ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. എമ്പുരാനെതിരെ പ്രതിരോധ മന്ത്രാലയത്തിന് പരാതി. സിനിമയുടെ വിജയത്തിനു വേണ്ടി NIA വലിച്ചിഴച്ചു. അണിയറ പ്രവർത്തകർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. ചിത്രത്തിൽ NIAയുടെ ചിഹ്നം ദുരുപയോഗം ചെയ്തതിൽ നടപടി ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. സംവിധായകനെതിരെ വീണ്ടും RSS മുഖപത്രം. പൃഥ്വിരാജ് ദേശവിരുദ്ധരുടെ ശബ്ദമെന്ന് ഓർഗനൈസർ. കേന്ദ്ര സർക്കാരിനെ വീണ്ടും പുകഴ്ത്തി ശശി തരൂർ. പുതിയ വാഴ്ത്ത് കോവിഡ് കാലത്തെ വാക്സിൻ നയതന്ത്രത്തിൽ. പുകഴ്ത്തൽ ദ വീക്ക് മാഗസിനിലെ ലേഖനത്തിൽ. ട്രെയിനിൽ യുവാവിന് മർദ്ദനം യുവതിയോട് മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്തതിന്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടി. സംഭവം കാസർഗോഡ് ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ. 50-ാം ദിവസം സമരം കടുപ്പിച്ച് ആശമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും ആശമാരുടെ പ്രതിഷേധം. അവസാന ആശയും സമരവേദിയിൽ ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ആശാ പ്രവർത്തകർ. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജില്ലകളിലും മുടിമുറിച്ച് പ്രതിഷേധം. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ കേരള MP-മാർ അനുകൂലിക്കണമെന്ന് KCBC നിലപാട് സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. മുനമ്പം പ്രശ്നം പരിഹരിക്കേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമെന്ന് കേന്ദ്രമന്ത്രി. മതനിരപേക്ഷ മനസ്സുള്ള എല്ലാവരും ബില്ലിനെ എതിർക്കണമെന്ന് പാളയം ഇമാം. വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളെന്നും VP സുഹൈബ് മൗലവി. മലപ്പുറം കാടാമ്പുഴയിൽ ബൈക്ക് കിണറ്റിൽ വീണ അച്ഛനും മകനും ദാരുണാന്ത്യം. മരിച്ചത് മാറാക്കര സ്വദേശി ഹുസൈനും മകൻ ഹാരിസ് ബാബുവും. അപകടം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ. തിരുവനന്തപുരം വർക്കലയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് റിക്കവറി വാൻ ഇടിച്ചു കയറി അമ്മയും മകളും മരിച്ചു. വ്രതശുദ്ധിയുടെ നിറവിൽ സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പങ്കുവെച്ച വിശ്വാസികൾ. ഈദ്ഗാഹുകളിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയും സന്ദേശവും. ലഹരിവിരുദ്ധ പ്രചാരണങ്ങളെ ഇസ്ലാമിക് സമൂഹം പിന്തുണയ്ക്കണമെന്ന് പാളയം ഇമാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മുന്നറിയിപ്പുമായി അമേരിക്ക. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാനാകാത്തത് റഷ്യയുടെ മാത്രം തെറ്റാണെന്നും അമേരിക്കൻ പ്രസിഡന്റ്. IPL-ൽ ഇന്ന് മുംബൈ കൊൽക്കത്ത പോരാട്ടം. മത്സരം രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. ജയം തുടരാൻ കൊൽക്കത്തയും സീസണിൽ ആദ്യ ജയം തേടി മുംബൈയും ഇറങ്ങും.